സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്ക്, സ്ഥിതിയെ പറ്റി വിവരം നൽകുന്ന കണക്ക്. നമ്മുടെ 10ാം ക്ലാസ് മാത്സിലെ അവസാന പാഠം, നമ്മുടെ റിവിഷൻ സീരീസിലെയും അവസാന പാഠം. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിംഗ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നേരെ ഈ പാഠത്തിലേക്ക് കിടക്കാം. എന്താണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഈ പാഠത്തിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചെറിയൊരു പാഠമാണ്. ഓക്കെ, എന്താ ഇവിടെ ആദ്യം പറയുന്നത്? ഇവിടെ ആദ്യം പറയുന്ന പോയിന്റ് ആണ് മാധ്യം അഥവാ മീൻ. രണ്ടാമത് പറയുന്ന കാര്യം മധ്യമം അഥവാ മീഡിയം. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഈ പാഠം തീർന്നു. അപ്പൊ നമുക്ക് ബേസിക് ആയ ഐഡിയാസിൽ നിന്ന് തുടങ്ങാം. രണ്ട് ഐഡിയയും പറയാം, എന്നിട്ട് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ആദ്യം മാധ്യം. മാധ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മധ്യം എന്ന് പറഞ്ഞാൽ രണ്ടും എന്താണ്? സത്യത്തിൽ എന്താണ് രണ്ടും ചെയ്യുന്നത്? രണ്ടും ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടും ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്, ഒരേ കാര്യമാണ്. എന്താണ് ആ കാര്യം? ശരാശരി കാണുക, ആവറേജ് കാണുക. മീൻ എന്ന് പറഞ്ഞാലും മീഡിയം എന്ന് പറഞ്ഞാലും എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ആവറേജ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ശരാശരി കണക്കൂട്ടുന്ന രണ്ട് രീതികളാണ് മാധ്യവും മധ്യമവും. ക്ലിയർ ആണോ? മാധ്യം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യമാണ്. മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ അറിയാം. എങ്ങനെയാണ് മീൻ? മീൻ കാണാനുള്ള ഇക്വേഷനെ, സമവാക്യത്തെ അഥവാ മാധ്യം കാണാനുള്ള സമവാക്യത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം. മാധ്യം മീൻ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. മലയാളത്തില് തുക ഹരിക്കണം എണ്ണം. എന്താണ് മാധ്യം കാണാനുള്ള സമവാക്യം? എന്താണ്? തുക ഹരിക്കണം എണ്ണം. മീൻ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. എത്ര എണ്ണം ഉണ്ടോ അത്. ഇത് നമുക്ക് അറിയാലോ. നമ്മൾ സാധാരണ ആവറേജ് എങ്ങനെ കാണല്? ശരാശരി എങ്ങനെ കാണല്? സാധാരണ ശരാശരി ഇങ്ങനെ തന്നെയാണ് കാണല്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഇപ്പോ ഒരു ഉദാഹരണത്തിന്, ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിലെ കുറെ കുട്ടികളുണ്ടല്ലേ, നിങ്ങൾക്ക് അവരിലേക്ക് വെയിറ്റ് അറിയാം എന്ന് വിചാരിക്കാം. ഇപ്പൊ ചിലർ ഭയങ്കര വെയിറ്റ് വന്നിട്ടുണ്ടാവും, 30 കിലോ, വളരെ കുറവല്ലേ, പോട്ടെ. വേറെ ചിലപ്പോൾ 45 കിലോ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. വേറെ ആള് 60 ഉണ്ടായിക്കൂടാന്നില്ല, ഇനി വേണ്ട 68 ഉണ്ടായിക്കൂടാന്നില്ല, എന്തായിക്കോട്ടെ, എന്ത് വേണേലും ആവട്ടോ, ഒരു പ്രശ്നമില്ല. വേറെ ആൾക്ക് എത്ര ഉണ്ട്? ഒരു 37 ആയിക്കോട്ടെ അല്ലെ, എന്തായിക്കോട്ടെ. ഇങ്ങനെ 4 പേര്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ബെഞ്ചിലിരിക്കുന്ന 4 പേരുടെ വെയിറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങളോട് അതിന്റെ ആവറേജ് ശരാശരി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? സാധാരണ ഗതിയിൽ ശരാശരി അഥവാ ആവറേജ് കാണാൻ എന്താ ചെയ്യുക? ഇതൊക്കെ കൂടി നമുക്ക് കൂട്ടും. എന്നിട്ടോ എന്നിട്ട് എന്താ ചെയ്യാ? ഇവിടെ 4 എണ്ണമാണുള്ളത് അല്ലെ. ആ 4 എന്നുള്ള എണ്ണത്തെ കൊണ്ടാണ് ഹരിക്കും. ഇതന്നെയാണ് എവിടെയും വരുന്നത്, മീൻ അഥവാ മാധ്യത്തിൽ പറയുന്നത്. എന്താ മീൻ അഥവാ മാധ്യം? സം എന്ന് പറഞ്ഞാൽ തുക. എന്താ തുക? എന്താ സം? ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് സം, കൂട്ടിയാൽ കിട്ടുന്നതാണ് സം അല്ലെ. തുക കൂട്ടിയാൽ കിട്ടുന്നതാണ് തുക. നമ്പർ ഓഫ് ടേംസ്, ഇവിടെ എത്ര എണ്ണമുണ്ട്? 4 അല്ലെ. അപ്പൊ മാധ്യം അഥവാ മീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അഥവാ തുക ഹരിക്കണം എണ്ണം. ഇത്രയല്ലേ ഉള്ളൂ. ഒക്കെ കൂടി അങ്ങോട്ട് കൂട്ടുക. 30, 45, 75 കൂടെ 60 കൂട്ടിയാൽ 135, 8 കൂട്ടിയാൽ 143, 7 കൂട്ടിയാൽ 150. അപ്പൊ 180 ഹരിക്കണം 4. 180 ഹരിക്കണം 4, 45. അപ്പൊ ശരാശരി തൂക്കം എത്രയാണ്? 45 ആണ്. ശരാശരി ഇങ്ങനെയാണ്. ആയിക്കോട്ടെ, ക്ലിയർ അല്ലേ? ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യല്. സാധാരണ ആവറേജ് കാണുന്ന അതേ രീതിയാണ്. അതിന് സ്റ്റാറ്റിസ്റ്റിക്സിൽ, സ്ഥിതി വിവര കണക്കിൽ എന്ത് പേര് കൊടുത്തു? മാധ്യം അഥവാ മീൻ എന്ന് പേര് കൊടുത്തു. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ വഴിയിലേ തന്നെ ഈ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുക. ഈസി അല്ലേ? ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ. ഇനി ഇതേ കാര്യം ഏത് ഈ സംഖ്യകൾ തന്നെ എടുത്തോ. 30, 45, 68, 37. ഞാൻ എന്തെങ്കിലും ഒന്ന് എടുക്കുന്നു, ഒരു 15, എന്തായിക്കോട്ടെ. അല്ലെങ്കിൽ വേറെ ഒന്നും കൂടി അല്ല, വേണ്ട 15 വരെ നമുക്ക് എന്ത് ചെയ്യാം? 10 ആക്കാം. ഓക്കെ, എന്തെങ്കിലും ക്ലിയർ അല്ലേ? എന്തെങ്കിലും എഴുതാലോ. 10 ആക്കി 15 ആക്കാം, എന്ത് വേണോ. ഇവിടെ സമവാക്യം, ഇക്വേഷൻ ഒന്നും തൽക്കാലം പറഞ്ഞു തരാനില്ല. ഇവിടെ ചെയ്യാനുള്ളത് നിസ്സാരമായിട്ട് എന്താ ചെയ്യുക? ഇതാണ് നമ്മുടെ ചോദ്യം, ക്വസ്റ്റ്യൻ. നമ്മൾ ആ തന്നിട്ടില്ലേ ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നിട്ടില്ലേ ഒന്നുകിൽ ചെറുതിൽ നിന്ന് വലിയതിലേക്ക്, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ, വലുതിൽ നിന്ന് ചെറുതിലേക്കോ, ചെറുതിൽ നിന്ന് വലുതിക്കോ, വലുതിൽ നിന്ന് ചെറുതിക്കോ എഴുതാം. ഇപ്പൊ ഇത് നോക്കിക്കോ, ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ 10. അല്ലെങ്കിലോ അത് കഴിഞ്ഞാലോ 30, അത് കഴിഞ്ഞാൽ 37, പിന്നെ 45, 68. ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇനി അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്. എങ്ങനെയാണ് എഴുതാം? രണ്ടിലൊരു രീതിയിൽ എഴുതിയാൽ അതിലെ നടുക്ക് ആരാണോ വരുന്നത്
അതിന്റെ നടുക്ക് ആരാണോ വരുന്നത് അതാണ് മധ്യമം, മീഡിയൻ. ഇതിന്റെ സെന്ററിൽ ആരാ വരുന്നത് നോക്കിക്കേ. ഇതിന്റെ സെന്ററിൽ ആരാ വരുന്നത്? 37 അല്ലേ? എങ്ങനെ സെന്ററിൽ കണ്ടുപിടിക്കുക? സെന്ററിൽ നിന്ന് ഇങ്ങോട്ടും 2 ഉണ്ട്, അങ്ങോട്ടും 2 ഉണ്ട്. അപ്പൊ ആരാ സെന്ററില്? 37 ആണ്. അപ്പൊ ഇവിടുത്തെ മീഡിയൻ അഥവാ മധ്യമം എന്ന് പറഞ്ഞാൽ ഇതാണ് മീഡിയൻ, അഥവാ ഇതാണ് മധ്യമം. ഈസി ആണല്ലോ. ഇനി ഇത് ഇത്ര ഈസി ആവുമോ എല്ലായ്പ്പോഴും? ഈസി തന്നെയാണ്, പക്ഷെ എല്ലായ്പ്പോഴും ഇത് ഇങ്ങനെ തന്നെ ആവുമോ? അല്ല, ചെറിയൊരു വ്യത്യാസം വരുത്തിയാലോ. ഞാൻ ഈ 10 ഒഴിവാക്കി, ആദ്യത്തെ 4 സംഖ്യകൾ മാത്രം എഴുതി വെച്ചോ. 68ഉം 37. ഓക്കെ, ആദ്യത്തെ 4 മാത്രമേ എഴുതുന്നുള്ളൂ എന്ന് വിചാരിക്കാം. ക്ലിയർ അല്ലേ? 4 കിട്ടും. ഇനി എന്താ ചെയ്യണ്ടേ? എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അതിനെ പിന്നെ പറഞ്ഞുതരാം. തുടക്കത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? തുടക്കത്തിൽ ഒരു വ്യത്യാസമില്ല. നമ്മൾ ആൻസർ എഴുതി തുടങ്ങേണ്ടത് എന്താ? ഒന്നെങ്കിൽ ചെറുതെന്ന് വലുതിക്ക്, അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിക്ക്. 2 എണ്ണം കൂടി എഴുതണ്ട, ഏതെങ്കിലും ഒരെണ്ണം മതിട്ടോ. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 എഴുതി 2 കൂടി എഴുതണ്ട. ഞാൻ ചെറുതെന്ന് വലുതിക്ക് എഴുതുന്നു. ഇതിൽ ആരാ ചെറുത്? ഏറ്റവും ചെറുത് 30 ആണ്, പിന്നെ 37 ആണ്, അത് കഴിഞ്ഞാൽ 45 ആണ്, അത് കഴിഞ്ഞാൽ 68 ആണ്. ഇതന്നെ ഇവിടെ ചെയ്ത് സെയിം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ നടുക്കുള്ള ആളെ കണ്ടുപിടിക്കണം. ആരാ ഇതിന്റെ നടുക്ക്? ഇതിന്റെ നടുക്ക് ആരാ? 37 നടുക്കാണോ? അല്ല, 37 ഇപ്പുറത്ത് ഒരാളേ ഉള്ളൂ, അപ്പുറത്ത് 2 ആളുണ്ട്. അങ്ങനെ ഒന്നും നടുക്കാവില്ല. 45 ഇപ്പുറത്ത് 2 ആളുണ്ട്, അപ്പുറത്തേക്ക് ഒരാളേ ഉള്ളൂ, അപ്പോഴും നടുക്കല്ല. തുല്യ ദൂരത്തിലാവണ്ടേ? നടു നല്ല കൃത്യം നടുക്കാവണ്ടേ? ശരിയാവോ? ഇല്ല. അപ്പൊ പിന്നെന്താ ചെയ്യാ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നടുക്കുള്ള 2 പേരെയും പിടിക്കാം. എന്നിട്ട് ചെറുതായിട്ട് എന്ത് ചെയ്യാ? ഇത് 2 കൂടി കൂട്ടണം, മീഡിയൻ അഥവാ മധ്യമം കാണാൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 കൂടി കൂട്ടണം. ഏതൊക്കെ? 37ഉം 45 കൂടി കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഹരിക്കുക. ഇത് 2 കൂടി കൂട്ടിയാൽ എത്ര? 75ഉം 82 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 41 ഉത്തരമായി കിട്ടും. ക്ലിയർ ആണോ? ഇത് 3 ഇവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ള ബേസിക് ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇനി ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയ ക്വസ്റ്റ്യൻസ്. ഇതിപ്പോ നമുക്ക് ഇത്ര ഈസി ആയിട്ട് വായിച്ചല്ലേ? ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാ? ഇവിടെ എണ്ണം കുറവായിരുന്നു അല്ലെ? ഇവിടെ നമുക്ക് തന്ന നമ്പർ ഇപ്പോ 4 സംഖ്യകൾ 5 സംഖ്യകളൊക്കെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് വളരെ ഈസി ആയി. പക്ഷെ ഇതല്ല ഇപ്പോൾ ഇത്ര ഈസി ആവുന്നുണ്ടോ? ഇല്ല. സംഗതി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതിപ്പോ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് വരും. ചിലപ്പോൾ 50 നമ്പർ ഇടുന്നു നമുക്ക് എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 50 കാര്യങ്ങൾ ഇടുന്നു. എന്നിട്ട് ഇതൊക്കെ കൂടി ചെറുതുനിന്ന് വലുതിക്ക് എഴുതി നടുക്കുള്ള പിടിക്കാനൊക്കെ പറ്റുമോ? പറ്റും. പക്ഷെ അതിനായിട്ടൊരു എക്സാം നടത്തേണ്ടി വരും അല്ലേ? ബാക്കിയൊന്നും എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള കുറെ എണ്ണം വിടേണ്ടി വരും. അപ്പൊ അത് പോസിബിൾ ആണോ? അല്ല. ഇനി ഒരു 50 എണ്ണം എഴുതിയിട്ട് ഇങ്ങനെ താഴ്ത്തിക്ക് എഴുതിയിട്ട് കൂട്ടൽ നടക്കുമോ? ഇല്ല. അങ്ങനത്തെ ചില സിറ്റുവേഷൻസും ഇവിടെ വരാം. അപ്പൊ അതിന് പറ്റിയ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ മീഡിയൻ കാണാം, മധ്യമവും കാണാം എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചോദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ടെക്സ്റ്റ് ബുക്ക് നിൽക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 282 രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ മീഡിയൻ അഥവാ മധ്യമം കാണാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആ ചോദ്യത്തിൽ തന്നെ മാധ്യമം കാണുന്നു. രണ്ടും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പൊ ആ ചോദ്യം നോക്കൂ. എന്താ ചോദ്യം? ദ ടേബിൾ ബിലോ ഷോസ് ദ വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ ഡെയിലി വേജസ്. എന്താ പറഞ്ഞത്? ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ഒരു തൊഴിൽശാലയിലെ ജീവനക്കാരെ അവരുടെ ദിവസവേതന അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, ദിവസവേതന അടിസ്ഥാനത്തിൽ പട്ടികയൊക്കെ കണ്ടല്ലോ. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഡെയിലി വേജ്. ദിവസക്കൂലിയുടെ മീഡിയൻ മധ്യമം കണ്ടെത്തുക. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒപ്പം കൂടി കാണാം, മാധ്യം കൂടി കാണാം. ഓക്കെ ചെയ്യല്ലേ? അപ്പൊ നോക്കുക, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായി. 2 ബോക്സ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 ബോക്സ് തന്നിട്ടുണ്ടല്ലോ. ക്ലിയർ ആണല്ലോ? നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? ആ 2 ബോക്സ് എടുത്ത് വരയ്ക്കുകയാണ് നല്ലത്. നല്ല കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന 2 കള്ളിയുള്ള ഈ ഒരു ബോക്സ് നമ്മള് വരച്ചേ പറ്റൂ എന്നാണ് എന്റെ ഒരു പക്ഷം. വരയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. വരയ്ക്കാതെയും ചെയ്യുന്നവരുണ്ട്. ദിസ് ഈസ് ബെറ്റർ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? ഇത് ക്വസ്റ്റ്യനിൽ തന്നത് പുറമേ ഒരു കള്ളി നമ്മൾ ഏതിന് വരക്കണം? മാധ്യത്തിന് വേണ്ടിയിട്ട് അഥവാ മീനിന് വേണ്ടിയിട്ട് ഒരു കള്ളി വേണം. മീനിന് വേണ്ടിയിട്ട് ഒരു കള്ളി വേണം, ഒരു ബോക്സ് വേണം. പിന്നെയോ മധ്യമത്തിന് വേണ്ടി, മീഡിയന് വേണ്ടിയിട്ട് 2 ബോക്സ് കൂടി വേണം. എന്തിനൊക്കെയാണ്? ഈ 2 ക്വസ്റ്റ്യൻ. ഈ ഒരു കള്ളി, നീലക്കള്ളി, അതെന്തിനു വേണ്ടിയിട്ടാ? മാധ്യം, മീനിന് വേണ്ടി. അടുത്ത 2 മധ്യമം, മീഡിയന് വേണ്ടി.
ക്ലിയർ ആണോ? ഇനി അഥവാ നിങ്ങളോട് മീൻ മാത്രമേ ചോദിച്ചുള്ളൂ വിചാരിക്കുക, ഏത് മാധ്യം മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോഴും ക്വസ്റ്റ്യനിൽ 2 കള്ളി വേണം, പിന്നെ ഈ നീലക്കള്ളി മാത്രം മതി. ഇത് 2 വേണോ? വേണ്ട, കാരണം മീഡിയൻ ഇല്ല, മധ്യമം ഇല്ല. ഇനി മധ്യമം മാത്രമാണ് ചോദിച്ചെന്ന് വിചാരിക്കുക, ഇത് മാത്രം മീഡിയൻ മാത്രമാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ നീലക്കള്ളി വേണ്ട, ക്വസ്റ്റ്യനിൽ 2 ഇത് 2 മതി. വ്യക്തമാണല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ടൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് തന്ന കാര്യങ്ങൾ. എന്തൊക്കെ തന്ന കാര്യങ്ങൾ? ഡെയിലി വേജസ്, ദിവസക്കൂലി 700 മുതൽ 1300 വരെ ഉണ്ട്. ദിവസക്കൂലി 700 മുതൽ 1300 വരെ ഉണ്ട്. 700 രൂപ വാങ്ങുന്ന 2 ആള്, 800 രൂപ വാങ്ങുന്ന 4 ആള്, 900 രൂപ വാങ്ങുന്ന 5 ആള്, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് എഴുതി കൂട്ടല് മീൻസ് എഴുതി കാൽക്കുലേറ്റ് ചെയ്യൽ നടക്കുമോ? ഇപ്പൊ 700 2 ആൾ 2 വട്ടം 700 എഴുതണം, 800 4 ആൾ 800 4 വട്ടം എഴുതണം, 900 5 പേര് പറഞ്ഞാൽ 5 വട്ടം എഴുതണം, 1000 7 പേര് പറഞ്ഞാൽ 7 വട്ടം എഴുതണം. ഇതൊക്കെ കൂടി എഴുതി കൂട്ടൽ ഈസി ആണോ? അല്ല. ഇനി അല്ല, ഇതൊക്കെ ചെറുതെന്ന് വലുതിക്ക് എഴുതലോ വലുതെന്ന് ചെറുതിക്ക് എഴുതലോ ഈസി ആണോ? അപ്പോഴും ഇതേപോലെ 700 2 വട്ടം, 800 4 വട്ടം, 900 5 വട്ടം, 1000 7 വട്ടമൊക്കെ എഴുതണം. അപ്പൊ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാവുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോരോ കള്ളികളായിട്ട് ആഡ് ചെയ്യുന്നു, മാധ്യത്തിനും മധ്യമത്തിനും. ഓക്കെ, മീനിനും മീഡിയനും. ആദ്യം നമുക്ക് മീനിന്റെ കാര്യം. ഇവിടുത്തെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ആകെ എന്നാണ്. ആകെ, ടോട്ടൽ. എന്താണ് ഇംഗ്ലീഷില്? ടോട്ടൽ. ഓക്കെ, എന്തിന്റെ ടോട്ടൽ നോക്കിക്കേ. ഇവിടെ 700 വാങ്ങുന്ന 2 പേരുണ്ട് അല്ലെ? അപ്പൊ ആ 2 ആൾ കൂടി ടോട്ടൽ എത്ര വാങ്ങും? അതെങ്ങനെ കണ്ടുപിടിക്കുക? 700 ഗുണിക്കണം 2 എത്ര വരിക? 1400. ഇവിടെ 800 വാങ്ങുന്ന 4 ആളുണ്ട്. അപ്പൊ 800 ഗുണിക്കണം 4 3200. മറ്റത് 900 വാങ്ങുന്ന 5 ആളുണ്ട്. അപ്പൊ 900 ഗുണിക്കണം 5 4500. അടുത്തത് 1000 വാങ്ങുന്ന 7 ആളുണ്ട്, 7000. 1100 വാങ്ങുന്ന 5 ആളുണ്ട്. അപ്പൊ 1100 ഗുണിക്കണം 5 5500. 1200 വാങ്ങുന്ന 4 ആളുണ്ട്. അപ്പൊ 1200 ഗുണിക്കണം 4 4800. അടുത്തത് 1300 വാങ്ങുന്ന 3 ആളുണ്ട്. അപ്പൊ 1300 ഗുണിക്കണം 3 3900 അല്ലെ? 3900. ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ ആണല്ലോ? ഇനിയോ, ഇനി ഇവിടെ വളരെ പരിപാടി ഉണ്ടായി ഞാൻ പറയാം. അതിന് നമുക്ക് ഈ 2 ബോക്സ് എങ്ങനെ നടക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കല്ലേ? ആ 2 ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താ? ഈ 2 ബോക്സും മാധ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ മീഡിയന് വേണ്ടി, സോറി മധ്യമത്തിന് വേണ്ടിയിട്ടാണ്. ഈ 2 ബോക്സും മധ്യമത്തിന് വേണ്ടിയിട്ടാണ്, അഥവാ മീഡിയന് വേണ്ടിയിട്ടാണ്. ആണല്ലോ? മീഡിയന് വേണ്ടിയിട്ടുള്ള 2 ബോക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 ഹെഡിങ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ആദ്യത്തെ ഹെഡിങ് എന്താ? ഡെയിലി വേജ് അഥവാ ദിവസക്കൂലി. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഡെയിലി വേജ്, ദിവസ കൂലി. ഇനിയോ, നമ്പർ ഓഫ് വർക്കേഴ്സ് അഥവാ ജോലിക്കാരുടെ എണ്ണം. നമ്പർ ഓഫ് വർക്കേഴ്സ്, ജോലിക്കാരുടെ എണ്ണം. ഓക്കെ, സ്ഥലത്തോണ്ടാണ് ഇതന്നെയാണ് എഴുതുന്നത്. എന്നിട്ടോ നമ്മള് അതിന്റെ അടിയിലേക്ക് എഴുതുന്ന കാര്യങ്ങളൊന്ന് മാറ്റി എഴുതണം. ഓക്കെ, ഇനി എഴുതേണ്ടത് ഈ നമ്പർ സോറി ഡെയിലി വേജിന്റെ താഴത്ത്, ദിവസക്കൂലിയുടെ താഴത്ത് നമ്മൾ എഴുതേണ്ടത് അപ് ടു എന്നിട്ടാണ്. വരെ, അതുവരെ, ഇതുവരെ എന്ന് പറയുന്ന പോലെ. അതുവരെ, ഏതുവരെ? ഇവിടെ എത്ര തുടങ്ങി? 700 അല്ലെ? 700 വരെ അഥവാ അപ് ടു 700. മലയാളത്തിൽ 700 വരെ എന്നാണ് എഴുതേണ്ടത്. എന്താ അതിന്റെ അർത്ഥം? 700 വാങ്ങുന്ന 2 ആളുണ്ട് എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ ശരി. 700 വരെ വാങ്ങുന്ന, അപ് ടു 700 വാങ്ങുന്ന എന്ന് വെച്ചാൽ 700 വാങ്ങുന്നവരാവാം, അല്ലെങ്കിൽ അതിന് താഴെ വാങ്ങുന്നതാവാം. അപ് ടു അതുവരെ എന്ന് പറഞ്ഞാൽ അതാവാം, അല്ലെങ്കിൽ അതിന് താഴെ. അതിന് മേലേക്ക് പോകാൻ പറ്റുമോ? അതിന് മേലേക്ക് പോകാൻ പറ്റില്ല. അതെത്ര പേരാ? അതിന് കൂടുതൽ ഡൗട്ടിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? 700 വാങ്ങുന്ന 2 ആളേ ഉള്ളൂ അല്ലെ? 700 താഴെ വാങ്ങുന്നവരെ പറ്റി നമ്മുടെ എന്തെങ്കിലും വിവരം ഉണ്ടോ? ഒരു വിവരമില്ല. അപ്പൊ 2 ആണെങ്കിൽ ഇവിടെയും 2 തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താ? ഇവിടെ 800 ആണ്. അപ്പോ അപ് ടു 800 അഥവാ 800 വരെ. 800 വാങ്ങുന്ന 4 ആളുണ്ട്, അതിൽ കുറവ് വാങ്ങുന്ന 2 ആളുണ്ട്. അപ്പൊ 4 2 6. എങ്ങനെ എഴുതിയേ? 4 2 കൂട്ടി 6. അടുത്തത് എന്താ? അപ് ടു 900 വരെ. ഇത് 3 കൂടി കൂട്ടിയാൽ 4 2 6, 6 5 6 5 കൂട്ടിയാൽ 11. അടുത്തത് അപ് ടു 1000. അപ് ടു 1000 അല്ലെങ്കിൽ 1000 വരെ. ഇത് 3 കൂടി കൂട്ടിയാൽ 11, 11 കൂടെ 7 കൂട്ടിയാൽ
18. അടുത്തെന്താ? അപ് ടു 1100. 1100 വരെ 18 കൂടെ 7 കൂട്ടിയാൽ 25. അടുത്തതോ? പതിനെട്ട് കൂടെ 5 കൂട്ടിയാൽ 23. ഓക്കെ. അടുത്തത് അപ് ടു 1200. 1200 വരെ 23 കൂടെ 4 കൂട്ടിയാൽ 27. ഇനി അപ് ടു ലാസ്റ്റ് അല്ലെ 1300. ഇതൊക്കെ കൂടി കൂട്ടിയാൽ ലാസ്റ്റ് 3 കൂടി കൂട്ടിയാൽ 30. 1300 വരെ ഉണ്ട് കേട്ടോ. 30. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ഇത്രയും എഴുതിയത് ശരിയാണോ എന്ന് അറിയാൻ, ഈ എഴുതിയ ഭാഗം ശരിയാണോ എന്ന് അറിയാൻ വഴിയുണ്ട്. ദാ ഇവിടെ ഒരു ബോക്സ് കൂടി വരയ്ക്കാം. ഓക്കെ, ഒരു ബോക്സ് കൂടി വരയ്ക്കാം. എന്നിട്ടോ ഇവിടെ ഒരു ഹെഡിങ് എഴുതണം. അല്ലെങ്കിൽ ഇവിടെ എഴുതേണ്ടത് ആകെ. ഇതും ആകെയാണ്, ടോട്ടൽ. എന്തിന്റെ ഒക്കെ ആകെ? ഈ കോളം കൂട്ടണം. ഇതൊക്കെ കൂടി കൂട്ടിക്കേ. ഇതൊക്കെ കൂടി കൂട്ടിയാൽ എത്രയാണ്? 30 ഇവിടെ കിട്ടിയ 30 ഇവിടെ കിട്ടിയ, അല്ലെങ്കിൽ രണ്ടോടത്ത് ഒന്നല്ലേ കിട്ടിയേ? അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടിയാലേ ഇത് ശരിയാവുള്ളൂ. അഥവാ ഇവിടെ കിട്ടുന്നത് അവിടെ കിട്ടുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തൊക്കെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് മാത്രം കൂട്ടിയാൽ പോരാ, ഇത് കൂടി ഈ കോളം കൂടി കൂട്ടണം. ഏത് കോളം? ഈ ആകെ ടോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു കോളം അല്ലേ, അത് കൂടി കൂട്ടുക. ഓക്കെ. ഇതൊക്കെ കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? ഇതൊക്കെ കൂടി കൂട്ടിയാൽ 30,300 എന്നാണ് കിട്ടുക. എന്താ കിട്ടുക? 30,300. ഒന്ന് കൂട്ടി നോക്കിയേ, ശരിയാണോ? ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇവിടെ രണ്ടോടത്തും ഒന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൂട്ടിയത്? ഇത് മീൻ അഥവാ മാധ്യത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടിയത്. ഇത് കൂട്ടിയതും മീൻ അഥവാ മാധ്യത്തിന് വേണ്ടിയിട്ടാണ്. മധ്യമത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് കൂട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല. മീഡിയന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഉത്തരം ഇതല്ലേ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് മാധ്യം അഥവാ മീൻ കാണാലോ. എന്തായി സമവാക്യം? തുക ഹരിക്കണം എണ്ണം അഥവാ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഇവിടത്തെ സം എന്ന് പറഞ്ഞാൽ ഏതാ തുക? അത് കിട്ടാനാണെങ്കിൽ എഴുതി കൂട്ടേണ്ടതിന് പകരമാണ് നമ്മൾ കുറെ പണി തേടാ. ഇവിടെ കൂട്ട്. ഇവിടെ കൂട്ടി കിട്ടിയ ഈ 30,300 തുക. ഹരിക്കണം എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂട്ടി കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 30. ഇത് കട്ട് ചെയ്താൽ 0 കട്ട് ചെയ്ത് ഹരിച്ചു കഴിഞ്ഞാൽ, ഡിവിഷൻ കഴിഞ്ഞാൽ 10 അഥവാ 1010 എന്ന ഉത്തരം കിട്ടുന്നു. ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല. ഇനിയോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് മധ്യമം അഥവാ മീഡിയൻ ആണ് അല്ലെ. അവിടെ ശ്രദ്ധിക്കാൻ ചെറിയൊരു കാര്യമുണ്ട്. ഓക്കെ. എന്താ ചെറിയ കാര്യം? മീഡിയൻ അങ്ങനെ നേരിട്ട് ഒഴിപ്പോയിട്ട് സമവാക്യം എഴുതാൻ നമ്മുടെ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് നമ്മളിവിടത്തെ എണ്ണം നോക്കണം. ആകെ എണ്ണം. എണ്ണം എന്ന് വെച്ചാൽ ജോലിക്കാരാണ് ഇവിടെ. അപ്പൊ ജോലിക്കാരുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ് എന്നൊക്കെ പറയുന്ന പോലെ ആകെ ഇവിടുത്തെ ടോട്ടൽ എത്ര? 30 അല്ലേ. നമ്മുടെ എണ്ണത്തെ കണക്കിൽ എൻ എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ്, സ്മോൾ ലെറ്റർ എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്പർ ഓഫ് ടേംസ് എന്നൊക്കെ അർത്ഥത്തിൽ ഇവിടുത്തെ എൻ എന്ന് പറഞ്ഞാൽ 30 അല്ലെ. 30 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പർ ആണ് അഥവാ ഇരട്ട സംഖ്യയാണ് അല്ലെ. ഇരട്ട സംഖ്യ ആവുമ്പോഴും ഒറ്റ സംഖ്യ ആവുമ്പോഴും ചെറിയൊരു വ്യത്യാസമുണ്ട്. അത്രയേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കിയത്. ഇരട്ട സംഖ്യ ആണെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഈ എന്നിനെ 2 കൊണ്ട് ഹരിക്കാം. അഥവാ n എന്ന് പറയുന്ന 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15 എന്ന് കിട്ടും. 15 എന്നല്ല, 15ാമത്തെ 15th എന്നാണ്. ഓക്കെ ആണോ? എന്താ അതെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഇനി അഥവാ ഇവിടെ 30 അല്ല 31 ഒരൊറ്റ സംഖ്യ ആണെങ്കിൽ എന്താ ചെയ്യാം? ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിനെ നേരിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റായെന്നില്ല. പക്ഷെ പോയിന്റ് അറിയില്ല. പോയിന്റ് വരുന്നത് നമുക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോ ഇവിടെ ഒരു ഒറ്റ സംഖ്യ ആണെങ്കിൽ n/2 അല്ല ചെയ്യേണ്ടത്, n+1/2 ആണ്. അഥവാ ആ ഒറ്റ സംഖ്യയെ കൂടെ ഒന്നുകൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. വേറെ വ്യത്യാസമൊന്നുമില്ല. ഈസി അല്ല. ഇതിലൊന്നും കൂടുതൽ നേരം സമയം കളയേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അല്ലേ? ഈസി പരിപാടി. 30. ഇനിയോ 15th കിട്ടി ആണല്ലോ. എന്താ ഈ 15th? എന്താ അതിന്റെ അർത്ഥം? 15th എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. മീഡിയൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, മധ്യമമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട മധ്യമം എന്ന് പറയുന്നത് 15th പേഴ്സന്റെ സാലറിയാണ്, ഡെയിലി വേജ് ആണ്. എന്താണ് നമുക്ക് കിട്ടേണ്ട മീഡിയൻ എന്ന് പറയുന്നത്? 15th പേഴ്സന്റെ ഡെയിലി വേജ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട മധ്യമം 15ാമത്തെ ആളുടെ ദിവസക്കൂലിയാണ്. ക്ലിയർ ആണോ? ഈ 15th എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ എഴുതുന്നു. മധ്യമം എന്ന് പറഞ്ഞാൽ, മധ്യമം അഥവാ മീഡിയൻ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും?
15ാമത്തെ ആളുടെ കൂലി. ഡെയിലി വേജ് ഓഫ് 15th വർക്കർ അല്ലെങ്കിൽ പേഴ്സൺ എന്നൊക്കെ വിളിക്കാം. ഓക്കെ, കൂലി. അത് ഇനി എവിടെ കിട്ടുക? നോക്കുക, ഈ ലാസ്റ്റ് ബോക്സ് നോക്കിക്കേ. ഈ ലാസ്റ്റ് ബോക്സിൽ 15 കാണാനുണ്ടോ? കാണാനില്ല, എനിക്ക് പറയാം. പക്ഷെ അതിന്റെ അതിന്റെ മുകളിലും താഴെ, തൊട്ട് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ മുകളിലും താഴെയുമുള്ള നമ്പറുകൾ കാണാണ്ടല്ലോ. ഉണ്ട്. 15ന്റെ മുകളിൽ ഏതാ? 11. താഴെ ഏതാ? 18. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 11നും 18നും ഇടയിലാണ് ആര് വരുന്നത്? 15 വരുന്നത്. ഇവിടുത്തെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം 700 വരെ വാങ്ങുന്ന രണ്ടാളുണ്ട്. ഓക്കെ, 6 ആൾക്കാർ 800 വരെ ആണല്ലോ. 11 ആൾക്കാർ 900 വരെ. 11ന് ശേഷം 12ാമത്തെ ആള് തൊട്ട് 18ാമത്തെ ആള് വരെ വാങ്ങുന്നത് എത്ര രൂപയാണ്? 1000 രൂപയാണ്. 11 ഇവിടെ കഴിയും. പിന്നെ 12 മുതൽ 18 വരെ എത്രയാണ് വാങ്ങുന്നത്? 1000. അപ്പൊ 15ാമത്തെ ആൾ എത്രയായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക? ഈസി അല്ലേ? 12 തൊട്ട് 18 വരെ എല്ലാവരും 1000 ആണെങ്കിൽ 15ാമത്തെ ആള് തന്നെ ആയിരിക്കും 1000 തന്നെ ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഈസി ആയിട്ട് ചെയ്യാം. ഇത്രയും പരിപാടിയുള്ളൂ. ക്ലിയർ ആയില്ലെങ്കിൽ ഒരു വട്ടം കൂടി നോക്കുക. ഓക്കെ ആണോ? ഇനി ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 4 മാർക്കിനും 5 മാർക്കിനൊക്കെ സാധാരണ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം. ഈ ഒരു ചോദ്യം കൂടി പഠിച്ചാൽ ഇത്രയേ വരുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. എന്താ ക്വസ്റ്റ്യൻ? ദ വെയ്റ്റ്സ് ഓഫ് 25 പീപ്പിൾസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. എന്താണ്? 25 ആളുകളുടെ തൂക്കം, ഭാരം കിലോഗ്രാമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബോക്സിൽ തന്നിട്ടുണ്ട്. ആ ബോക്സ് ആണ് ഇവിടെ. എന്നിട്ട് എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഇഫ് pupils are standing in the order of their weights, the weight of the person in which position is taken as the median. എന്താണ്? ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ക്രമമായി നിർത്തിയാൽ എത്രാമത്തെ ആളുടെ ഭാരമാണ് മധ്യമ ഭാരമായി കണക്കാക്കുക? കുറച്ച് കൺഫ്യൂസിംഗ് അല്ലേ? പക്ഷെ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താ? ബി, ആസ് പെർ അസംഷൻ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് 10th person. എന്താണ്? ഊഹിക്കാനായിട്ട് അസംഷൻ ആണല്ലേ. ഓക്കെ, സങ്കല്പം എന്നൊക്കെ പറയാം. 10ാമത്തെ ആളുടെ ഭാരം സങ്കല്പ പ്രകാരം എത്രയാണ്? ഓക്കെ, അത് നമുക്ക് നോക്കാം. സി എന്താ? ഫൈൻഡ് ദ മീഡിയൻ വെയിറ്റ്. എന്താണ്? ഭാരത്തിന്റെ മധ്യമം കാണുക. ഓക്കെ അല്ലേ? ആദ്യം മനസ്സിലാക്കേണ്ട ഇവിടെ മധ്യമം മാത്രമേ ഉള്ളൂ, മാധ്യമില്ല. അതുകൊണ്ട് 2 കള്ളി എക്സ്ട്രാ വരച്ചാൽ മതി. മധ്യമം മാത്രമേ ഉള്ളൂ, മീഡിയൻ മാത്രമേ ഉള്ളൂ, മീ ഇല്ല. ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡിങ് അറിയാലോ. എന്താ? ഇവിടെ എന്താണോ ഹെഡിങ് അതിനെ എഴുതി വെച്ചാൽ മതി. വെയിറ്റ് അഥവാ ഭാരം, നമ്പർ ഓഫ് പീപ്പിൾസ് അല്ലെ, പീപ്പിൾസ് ആളുകളുടെ എണ്ണം. ഞാനത് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതലൊന്നും എഴുതുന്നില്ല. എഴുതേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. എന്താ എഴുതല്? ഇവിടെ എന്താ എഴുതുക? അപ് ടു വരെ അല്ലെ? ഇവിടെ അങ്ങനെ എഴുതാം. പക്ഷെ എന്ത് വരെ? ഏത് വരെ? എന്താ ഈ ചോദ്യം കഴിഞ്ഞ ചോദ്യം തമ്മിലുള്ള വ്യത്യാസം? മെയിൻ വ്യത്യാസം ക്വസ്റ്റ്യൻ ABC ഒക്കെ ആയിട്ട് ചോദിച്ചു, അതൊക്കെ പോട്ടെ. വേറെ എന്തെങ്കിലും വ്യത്യാസം ഈ ബോക്സിലുണ്ടോ? ഉണ്ട്. എന്താ അവിടുത്തെ വ്യത്യാസം? നോക്കിക്കേ, ഇവിടെ എന്താ തന്നെ അത് മനസ്സിലാക്കണ്ടേ അല്ലെ? നേരത്തെ പോലെ അല്ല തന്നെ. ഇവ എഴുതിന്റെ അർത്ഥം എന്താ? 30 മുതൽ 40 വരെ ഭാരമുള്ള വെയിറ്റ് ഉള്ള 2 ആളുണ്ട്. എന്താ മനസ്സിലാക്കണ്ടേ? 30 മുതൽ 40 വരെ വെയിറ്റ് ഭാരമുള്ള 2 ആളുണ്ട്. 40 മുതൽ 50 വരെയുള്ള 4 ആളുണ്ട്. 50 മുതൽ 60 വരെയുള്ള 3 ആളുണ്ട്. ഇങ്ങനെയല്ലേ പോണ് അല്ലെ? എന്താ അതിന്റെ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഈ 2 ആളില്ലേ, അതിലൊരാളുടെ വെയിറ്റ് എത്ര? കൃത്യമായിട്ട് പറയാൻ നമുക്കറിയോ? ഇല്ല. കഴിഞ്ഞ ചോദ്യത്തിൽ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആദ്യത്തെ ആളുടെ എത്ര? 700 ആണ്. പിന്നത്തെ ആളുടെ എത്ര? 800 ആണ്. കൃത്യമായിട്ട് പറയായിരുന്നു. ഇവിടെ അത് പറയാൻ പറ്റുമോ? ഈ 2 പേരുടെ വെയിറ്റ് എത്രയെന്ന് വെച്ചാൽ 30 മുതൽ 40 വരെ എന്താണ്? 30 മുതൽ 40 വരെ എന്ത് വേണേലായിക്കൂടെ? അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താ പ്രശ്നം? 30 മുതൽ 40 വരെ എന്ന് പറഞ്ഞാൽ എന്ത് വേണേലും ആവാം. 2 പേർക്കും 30 ആവാം, ഒരാൾക്ക് 30, 31 ആവാം, 2 പേർക്കും 31 ആവാം. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ ആണോ? എന്നാൽ ഇനി ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? എന്നാ ഇവിടെ നോക്കിക്കോ. നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡ് ഇങ്ങനെ എടുക്കുക. ഓക്കെ, ഈ സൈഡ് മതി നമുക്ക്. ഇപ്പുറത്തെ സൈഡിനെ കുറിച്ച് വേണ്ട. എന്നിട്ട് നമ്മൾ ഈ കോളത്തിൽ എഴുതേണ്ടത് ബിലോ ഇവിടെ എന്താ? 40 അല്ലേ? ബിലോ 40. മലയാളത്തിൽ 40നേക്കാൾ കുറവ്. ഇനി അടുത്ത എന്താ? ബിലോ 50. 50നേക്കാൾ കുറവ്. ഞാൻ സ്ഥലമില്ലാത്തോണ്ടാണ് ചുരുക്കിയതിന്. ഇവിടെ ബിലോ 60. 60നേക്കാൾ കുറവ്. ഇവിടെ ബിലോ 70.
70 കുറവ്. ഇവിടെ ബിലോ 80, 80 കുറവ്. ഇവിടെ ബിലോ 90, 90 കുറവ്. ഇങ്ങനെ വേണം എഴുതണം. ഇനിയില്ല അപ് ടു എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ, അതുകൊണ്ട് അത് പറഞ്ഞത് മാത്രം. ഓക്കെ ആണോ? ഇനി അപ്പുറത്ത് എന്താ ചെയ്യേണ്ടത്? അപ്പുറത്ത് ചെയ്യുന്നതിൽ ഒരു മാറ്റമില്ല, നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ള അത് തന്നെ. എന്താ? കൂട്ടി 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 എഴുതുക. ആദ്യത്തെ ഒന്നും എഴുതാല്ല. ഇവിടെ 2 ഇവിടെ 2, പിന്നെ 2 4 കൂട്ടിയാൽ 6, 6 3 കൂട്ടിയാൽ 9, 9 5 14, 14 7 21, 21 4 25. സിമ്പിൾ. നേരത്തെ ചെയ്താൽ ഇനി നമുക്ക് നോക്കല്ലേ ക്വസ്റ്റ്യൻസ്. എന്താ ഈ ക്വസ്റ്റ്യൻ? ഈ ആൾക്കാരെ ഇവരുടെ വെയിറ്റിനനുസരിച്ച് കുറഞ്ഞത് കൂടിയതിലേക്കോ അല്ലെങ്കിൽ കൂടിയെന്ന് കുറഞ്ഞതിലേക്കോ എങ്ങനെയെങ്കിലും വെയിറ്റ് കൂടി വരുന്ന രീതിയിലോ കുറഞ്ഞു വരുന്ന രീതിയിലോ അറേഞ്ച് ചെയ്താൽ എത്രാമത്തെ ആളുടെ ഭാരമാണ് മധ്യമ ഭാരം? എത്രാമത്തെ ആളുടെ വെയിറ്റ് ആണ് മീഡിയം? ഓക്കെ, നമുക്കറിയാത്, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെന്താ നോക്കണ്ടേ? ഇവിടുത്തെ എണ്ണം എത്ര? എണ്ണം എത്ര? ഇതൊക്കെ കൂടി കൂട്ടി എത്ര? 25 അല്ലേ? 25. 25 എന്ന് പറഞ്ഞാൽ ഏതാ? ഓടാണ്. ഓട് അഥവാ ഒറ്റസംഖ്യയാണ് അല്ലെ? ഒറ്റസംഖ്യ ആണെങ്കിൽ ഞാൻ എന്തോ പറഞ്ഞല്ലോ, എന്താ ചെയ്യണ്ടേ? ഇത് കൂടെ 1 കൂട്ടി 2 കൊണ്ട് ഹരിക്കുക. അഥവാ 25 കൂടെ 1 കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ 26 ഹരിക്കണം 2 13. 13 അല്ല 13th, 13ാമത്തെ. ഇത് എഴുതാൻ കഴിയില്ലേ? ഇതാണ് എ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ചോദ്യത്തിൽ അത് എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ ആക്കിയില്ല. ഇവിടെ അത് എ ആക്കി. അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് നമുക്ക് ആ 13 എവിടെയെന്നൊന്ന് കണ്ടുവെക്കാം. ഈ ബോക്സിൽ എവിടെ 13? ഒന്ന് നോക്കിക്കേ. 13 ഇവിടെ കാണാല്ല, പക്ഷെ 13 9നും 14നും ഇടയിലാണ് എന്നൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക കൂടി ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി എന്താ ബി ക്വസ്റ്റ്യൻ? ആസ് പെർ അസംഷൻ ഫൈൻഡ് ദി വെയിറ്റ് ഓഫ് 10th person. എന്താ പറഞ്ഞേ? 10ാമത്തെ ആളുടെ ഭാരം ഊഹപ്രകാരം അല്ലെങ്കിൽ സങ്കല്പപ്രകാരം എത്രയാണ്? നോക്കല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെയിറ്റ് ഓഫ് 10th person അല്ലെ? മലയാളത്തില് 10ാമത്തെ ആളുടെ ഭാരം. ഇവിടെ നമ്മളിവിടെ ആള് മനുഷ്യൻ എന്നൊക്കെ വിടി. നമ്മളിവിടെ കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഉപയോഗിക്കുന്നത് ചെറുതായിട്ട്. മുഴുവൻ സമാന്തര ശ്രേണി അല്ല, ഒരു അര സമാന്തര ശ്രേണി അല്ലെങ്കിൽ 90 സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസ് എന്നൊക്കെ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫസ്റ്റ് ടേം ആണെന്നുണ്ട് വിചാരിക്കുക. ഫസ്റ്റ് ടേം എന്ന് വിചാരിക്കുക. ഒന്നാം പദം നമ്മൾ എങ്ങനെ എഴുതുക? x1 എന്നല്ലേ എഴുതുക? ഫസ്റ്റ് ടേം x1 എന്ന് എഴുതും. സെക്കൻഡ് ടേം 2ാം പദം x2, 3ാം പദം x3 അല്ലെ? തേർഡ് ടേം. അപ്പൊ 10ാം പദമാണെന്ന് വിചാരിക്കുക. ആളാണ്, മനുഷ്യനാണ്, അങ്ങനെ പറയാൻ പറ്റുമെന്നല്ല. 10ാം പദമാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? x10 എന്ന് എഴുതും അല്ലേ? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x10 ആണ്. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? x10 ആണ്. എന്നാ നോക്കാം. x10 കണ്ടുപിടിക്കാൻ നമ്മളെ ആരാ സഹായിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. x10 കണ്ടുപിടിക്കാൻ നമ്മളെ ആരാ സഹായിക്കുക? ഇവിടെ ഇങ്ങനെ നോക്കിയേ, ഈ ആളുകളുടെ എണ്ണം, പേഴ്സൺസ് ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കിക്കേ. ഇവിടെ ആരുണ്ട്? 9 ഉണ്ട്. 9ാമത്തെ ആള് അവിടെ ഉണ്ട് അല്ലെ? എന്താണ് 9ാമത്തെ ആള്? 9ാമത്തെ ആള് എന്നുള്ളത് ഇതുപോലെ എഴുതിയാൽ x9. x9 ഉണ്ട് അപ്പോ അല്ലെ? x9 എത്ര? 9ാമത്തെ ആളുടെ ഭാരം എത്രയാണ്? 60നേക്കാൾ കുറവ് എന്നാണ്. പക്ഷെ അസംഷൻ ബിലോ എന്നുള്ളതിനെ നമ്മൾ എന്തെടുക്കുന്നു? 60നേക്കാൾ കുറവ് എന്ന് പറയുന്നതിനെ നമ്മൾ 60 ആക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ അസംഷൻ അല്ലെങ്കിൽ സങ്കല്പം എന്ന് പറയുന്നത്. അതടക്കട്ടെ. x9 നമ്മുടെ ഉണ്ട്, അവിടെ 60. ക്ലിയർ ആണല്ലോ? ഇതിന്റെ ഒപ്പം എന്ത് ചെയ്താലാ x10 കിട്ടുക? സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് പ്രകാരം നമ്മൾ d കൂട്ടണം. ഒരു വട്ടം d പൊതു വ്യത്യാസം കൂട്ടണം, കോമൺ ഡിഫറൻസ്. പക്ഷേ ഈ പാഠത്തിൽ 2 മതി, മീൻസ് പകുതി മതി. സോറി, 2 മതി എന്നല്ല, പകുതി മതി. d/2 മതി. കാരണം അസംഷൻ ആണ്. ഇതിന്റെ അർത്ഥം 9ാമത്തെ ആളുടെ ഭാരം 60 ആണ് എന്നല്ല. 9ാമത്തെ ആളുടെ ഭാരം 60 ആവാം, അല്ലെങ്കിൽ അതിന് താഴെ ആവാം. പക്ഷെ നമ്മൾ എന്തെടുത്തു? x9 എന്നുള്ള 9ാമത്തെ ആളുടെ ഭാരം നമ്മൾ എന്താക്കി എടുക്കുന്നു? 60 ആക്കി എടുക്കുന്നു. അത് തന്നെ ഒരു അസംഷൻ ആണ്. അസംഷൻ എന്ന് വെച്ചാൽ സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്നുള്ള എന്താ? d കൂട്ടണ്ട, d/2 ചെയ്താൽ മതി. ഓക്കെ ആണോ? പക്ഷെ ഇവിടുത്തെ d എന്താ? ഇവിടുത്തെ d എന്താ നമുക്കറിയോ? ഇല്ല, അറിയില്ല. അപ്പൊ നമ്മൾ അതിനെന്താ ചെയ്യണ്ടേ? നമ്മളിവിടെ 13 മാർക്ക് ചെയ്തിട്ടില്ലേ? അതിന്റെ മുകളിലും താഴെയുമായി വരുന്ന സംഖ്യകൾ കൂട്ടിച്ചേർത്ത് ഇവിടെ ഒരു ബോക്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? d കണ്ടുപിടിക്കാം. അതിന് നമ്മളെ സഹായിക്കുന്ന സമവാക്യം പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. എന്താണ് ഇംഗ്ലീഷില്?
ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓർമ്മയുണ്ടോ? ഇതിൽ ഏതാ ടേം, ഏതാ പദം? ഇത് രണ്ടുമാണ് പദം, ടേംസ്. ഇത് രണ്ടും പൊസിഷൻ, സ്ഥാനം. എങ്ങനെ ഇത് ചെയ്യാം? നമ്മളെ റിവിഷൻ ക്ലാസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. എന്താ? താഴ്ന്ന് മേലേക്ക് കുറച്ചാൽ മതി. ഇവിടെ താഴ്ത്താരാ 70, അപ്പൊ 70 മൈനസ് ഇവിടെ മുകളിൽ ആരാ 60 ബൈ ഇവിടെ താഴ്ത്താരാ 14 മൈനസ് ഇവിടെ മുകളിലാരാ 60. താഴ്ത്തുന്ന മേലേക്ക് കുറയ്ക്കുക. 70 60 പോയാൽ 10, 14 9 പോയാൽ 5, 10 ബൈ 5 2 എന്ന് ഉത്തരം കിട്ടുന്നു. അപ്പൊ പൊതു വ്യത്യാസം എന്തായി? 2 ആയി. 2 ഹരിക്കണം. നമുക്കിവിടെ 2 മുഴുവൻ വേണ്ട, പൊതു വ്യത്യാസത്തിന്റെ പകുതി മതി. അപ്പൊ 2/2 അഥവാ 60 പ്ലസ് 2/2 1 61. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഊഹിച്ച് കണ്ടുപിടിച്ചു, സങ്കല്പിച്ച് കണ്ടുപിടിച്ചു, അസംഷൻ ചെയ്തു. 10ാമത്തെ ആളുടെ ഭാരം എത്രയാണ്? 61. ക്ലിയർ ആണല്ലോ? എന്നാ സി ചെയ്യാം. ബി തെറ്റരുത്. ബിയിൽ എന്തെങ്കിലും ഡോക്ടറിലേക്ക് റീവൈൻഡ് ചെയ്ത് കേൾക്കുകയോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഓക്കെ, ബി തെറ്റിയാൽ സി ഓട്ടോമാറ്റിക്കായിട്ട് തെറ്റിക്കോളും. ഓക്കെ, അതുകൊണ്ട് ബി ഒരിക്കലും തെറ്റരുത്, കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? എന്നാ സി നോക്കിയാലോ. സി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈൻഡ് ദ മീഡിയൻ വെയിറ്റ് അല്ലെ? എന്താണ് പറഞ്ഞത്? മധ്യമ ഭാരം അഥവാ മധ്യമം, മീഡിയൻ. മധ്യമം അഥവാ മീഡിയൻ ആണ് കാണേണ്ടത് അല്ലെ? മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആളുടെ വെയിറ്റാ? ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. എത്രാമത്തെ ആളുടെ ഭാരമാണ് മീഡിയൻ? മധ്യമം 13ാമത്തെ ആളുടെയാണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 13ാമത്തെ ആളുടെ വെയിറ്റ് അഥവാ അതിനെ നമ്മൾ x13 എന്ന് എഴുതും. ഇവിടെ 10ാമത്തെ ആളുടെ x10 എഴുതിയ പോലെ 13ാമത്തെ ആളുടെ x13 എന്ന് എഴുതും. ഇനി ഇത് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. 13ന്റെ ഏറ്റവും അടുത്തുള്ള ആള് 14. പക്ഷെ അത് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യുക. x13 കാണാൻ നമ്മളിവിടെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച x13 കാണാൻ നമ്മളിവിടെ നമ്മൾ തന്നെ കണ്ടുപിടിച്ച x10 ആണ് ഉപയോഗിക്കേണ്ടത്. x14 അല്ല, x10 ആണ് ഉപയോഗിക്കേണ്ടത്. x10 എങ്ങനെ x13 എത്തും? നമുക്കറിയാം. എന്ത് കൂട്ടണം? 3 പ്രാവശ്യം പൊതുവ്യത്യാസം, 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ്, 3d കൂട്ടണ്ടേ? അപ്പൊ ഇത് കൂട്ടി നോക്കിയാലോ. 10 x10 നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 61 പ്ലസ് 3 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് അവിടെ കണ്ടുപിടിച്ചിരുന്നു? 2. അപ്പൊ 61 പ്ലസ് 6 എത്ര കിട്ടി? 67. അപ്പൊ കോമൺ ഡിഫറൻസ് വെച്ചിട്ട്, അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് വെച്ചിട്ട്, സമാന്തര ശ്രേണി ഉപയോഗിച്ചിട്ട് നമുക്ക് മധ്യമവും കിട്ടി. ഈസി ആണല്ലോ. x13 കണ്ടുപിടിക്കാൻ x14 നിന്ന് ഒരു വട്ടം d കുറച്ചാൽ മതിയോ? മതി. സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ എങ്കിൽ അത് മതി. പക്ഷെ ഇവിടെ ഇത് ചെയ്യരുത്. ക്ലിയർ ആണല്ലോ? ഇത്രയും പാഠത്തിൽ പഠിക്കാനുള്ളൂ, ഇതിൽ കൂടുതലൊന്നുമില്ല. അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറിംഗ് ആണ്. അതിന് നേരത്തെ പറഞ്ഞു. ഇനിയുള്ള കുറച്ച് ദിവസം, 4 ദിവസം നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്, ഏതെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ, സമയത്ത് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനോ എന്തെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ അത് ഈ 4 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു തീർക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് വരാം.